പന്നിക്കൂട്ടത്തെ മതിയവർക്ക്, പന്നിക്കൂട്ടത്തെ മതി. പന്നികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നത് കണ്ടിട്ട് നീ അതിർ വിട്ടു പോകാൻ ഒരു കൂട്ടം പറയുമ്പോ ഇന്ന് പകലിലോട്ടാണ് വിടുതൽ നൽകിയവരെ മറന്നിട്ട് ഒരു പന്നിക്കൂട്ടം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അവനൊരു തീരുമാനമെടുക്കട്ടെ. ഇന്ന് പകൽ ദൈവസഭ വേണ്ട. ദൈവമാവ് ശക്തമായ ദൈവസഭയ്ക്ക് ഇന്ന് പകലിൽ ആത്മാവിൽ തോന്നു കൈമാറുകയാണ്. എങ്കിലും കിടന്നു പോയുന്ന ഒത്തി വരണം. അവ ദൈവസഭയ്ക്കകത്ത് വേണ്ട. പന്നിക്കൂട്ടത്തെ കൂട്ടാൻ എളുപ്പമാണ്. എവിടെയെങ്കിലും എങ്ങനെ നടന്നിട്ട് പന്നി വരും. ഹല്ലേലൂയ. ഒരു കുഞ്ഞാടിന്റെ കൂട്ടത്തെ കൂട്ടാൻ ഇച്ചിരി പാടാ. പക്ഷെ ഇന്ന് പകൽ സ്വർഗ്ഗം പറയുന്നു, പന്നിക്കൂട്ടമല്ല എനിക്ക് വേണ്ടത്, അവൻ എനിക്ക് വേണ്ടത് തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കുഞ്ഞാടിന്റെ കൂട്ടം. എനിക്കെന്റെ വരവിങ്കൽ എടുക്കപ്പെടാം, എന്റെ വരവിങ്കൽ കാണാൻ അവൻ കഴിവുള്ള ഒരു കുഞ്ഞാടിന്റെ കൂട്ടം. അത് മതി എനിക്ക്. അതുകൊണ്ട് ഇന്ന് പകലിലോട്ടോ വിടുതൽ ലഭിച്ചവനെ തള്ളിയിട്ടൊരു കൂട്ടം എനിക്ക് വേണ്ട. ഒരു ദേശം പറയുക ഇവിടം വിട്ടു പോകാൻ, പക്ഷെങ്കിൽ ഇവിടം വിട്ടു പോകാൻ പറയുന്ന ഇടത്താണ് അവൻ പ്രിയ കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച ഒരു ഭാഗം കടമെടുത്ത ഇന്ന് പകല് ദൈവാത്മാവ് തരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ആമേൻ. ആരാലും എല്ലാവരാലും കൈവിടപ്പെട്ട പല നാളുകൾ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാത്ത ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഇവൻ അക്കരയ്ക്ക് പോയത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ അക്കരയ്ക്ക് പോയതാ. പക്ഷെ അവൻ ഇക്കരയ്ക്ക് വരുമെന്ന അവനൊരു പ്രതീക്ഷ അർപ്പിച്ച ആ മഴക്കൈകൾക്കകത്ത് ഉടൻകാലമടക്കിയ ഒരു സകല പ്രതീക്ഷ സകലരും കൈവിട്ട, സകല പ്രതീക്ഷ അസ്തമിച്ച, തനിക്കുള്ളതൊക്കെ വിറ്റു മുടിച്ച് ചികിത്സിച്ച തനിക്കുള്ളതൊക്കെ വിറ്റു മുടിച്ച് ചികിത്സിച്ചത് ഒട്ടും ഭേദം വരാത്ത ഒരുത്തി പറയുകയാണ്. ഒരുവൻ അക്കരയ്ക്ക് പോയിട്ടുണ്ട്, അവനെ അവരൊരു വശം തള്ളിക്കാണോ. പക്ഷെ ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ അക്കര നിന്ന ഇക്കരയ്ക്ക് അവൻ ഇന്ന് പകരി വരും. നിൽക്കാൻ തയ്യാറാണോ? നിൽക്കാൻ തയ്യാറാണോ? ദൈവദാസന്മാരെ ഒറ്റയ്ക്കുള്ളെങ്കിൽ നിൽക്കാൻ തയ്യാറാണോ? നിന്റെ പ്രതീക്ഷകളെ കീറി മുറിച്ചുകൊണ്ട് ഒരുവൻ അക്കര നിന്ന് ഇക്കരയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒരുവൻ അക്കര നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലയായി നിന്റെ പുരക്കകത്തേക്ക് വരാൻ അക്കരെ നിന്ന് ഒരിക്കൽ ഇക്കരയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രതീക്ഷ അസ്തമിച്ചേക്കാം. ഇത് പകൽക്കാലം നിന്റെ സകല പ്രതീക്ഷ അസ്തമിച്ചേക്കാം. ആമേൻ. പല വൈദ്യന്മാർ ഏറിയോന്ന് ചികിത്സിച്ച് ഒട്ടും ഭേദം വരാത്തവൻ ഇന്ന് പകല് ദൈവാത്മാവിശക്തമായി ഇടപെടുന്നു. കൃപ 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 കൃപ. അവരുടെ സകല പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞ ലോക വൈദ്യന്മാരൊക്കെയുണ്ട്. പക്ഷെ അവൾ പറയുകയാ, അവൻ ഇക്കരയ്ക്കൊന്നും വന്നിരുന്നത് അവന്റെ വസ്ത്രത്തിന്റെ തൊണ്ടലെങ്കിലും ഒന്ന് തൊട്ടാൽ എന്റെ പകൽ സൗഖ്യമല്ല. എന്റെ പകൽക്കാലം ആരാധനയ്ക്ക് വെപ്പാൻ എന്റെ ദൈവം അഭിഷേകപ്പെടാൻ എന്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ വലത്തുഭാഗത്ത് നിൽപ്പുണ്ട്. ഒന്ന് തൊടാൻ തയ്യാറായ
യേശു വന്നിട്ടുണ്ട്. എന്റെ യേശു ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നിന്റെ വലത്തുഭാഗത്ത് ഇന്ന് പകലിലുണ്ടാകും. ചിലരെ ഇന്ന് പകൽക്കാലം ശക്തമായ ദൈവാത്മാവ് തോന്നുന്നു. ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കുന്നു. അവൻ ഇന്ന് പകലിന്റെ ശുശ്രൂഷകളെ തമ്മിലാത്തോടോ നിന്റെ തലമുറയുടെ ഭാവിയെ സ്വർഗത്തോടോ അവന്റെ കുടുംബത്തെ ഇന്ന് പകലിൽ സ്വർഗത്തോടോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ബന്ധങ്ങളെ അവൻ തൊടോ. അല്ലെങ്കിൽ നീ ഇന്ന് പകൽക്കാലം അവനെ തൊടോ. ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊക്കെ മണിയോടെ വായിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് വഴി മണിയോടെ വായിക്കും. ഈ മണിയോടെ അയക്കുന്നത് ഒരു വ്യക്തിയുടെ പേര് വെച്ചാണ്. ഞാനിപ്പോ അനീഷ് പാസ്റ്റർ കുറച്ച് പൈസ അയക്കാം മണിയോടെ വഴി. അനീഷ് മാത്യു പുത്തബ്രേക്കൽ ഹൗസ് അവൻ ഇരവിനെല്ലൂരാണ്, ഇരവിനെല്ലൂർ അല്ല മാഗത്താനമാണെങ്കിൽ മാഗത്താനം ഒക്കെ വെച്ച് അവൻ മണിയോടെ അയക്കുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മണി ഓർഡറുമായി ഒരു പോസ്റ്റ്മാൻ അവൻ അനീഷ് പാസ്റ്റർ ഭവനത്തിനകത്തേക്ക് വരും. അവൻ ഞാൻ വിശ്വസിക്കുന്നു ഇത് പൈസയുടെ പരിപാടിയെ കത്താണെങ്കിൽ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാം. പക്ഷെ മണി ഓർഡർ പോസ്റ്റ്മാൻ മറ്റൊരു വ്യക്തി ഒപ്പിട്ട് വാങ്ങാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നിനക്കുള്ള വിടുതലുമായി എന്റെ ഒപ്പം ഇതിനൊക്കെ പോകാം. ആത്മാവ് കണ്ടുപിടിച്ചുമായ നിനക്കുള്ള വിടുതലിന്റെ കരവുമായി നിന്റെ കുടുംബത്തിനകത്തുള്ള വിടുതലിന്റെ കരവുമായി നിന്റെ ശുശ്രൂഷയിൽ അവൻ മുന്നേറ്റത്തിനുള്ള കരവുമായി ഒരു സ്വർഗ്ഗപ്രിയപ്പതി ഇറങ്ങി വന്നിട്ടുണ്ട്. ഒപ്പിട്ടു മേടിക്കാൻ, ഒപ്പിട്ടു മേടിക്കാൻ, മേടിക്കാൻ എത്ര വിടുതലാണ്. എനിക്കിന്ന് പകലിൽ ആ വിടുതലെ ഒപ്പിട്ടു മേടിക്കണം. എത്ര പേര് പറയുന്നുണ്ട്? എന്റെ കുടുംബത്തിന് ആ വിടുതലിൽ നമ്മൾ ഒപ്പിട്ട് മേടിക്കണം. ഇന്ന് പകൽ ശക്തമായി ചുരുക്കം പേരുള്ള അവൻ കുറച്ചു പേരുള്ള ഈ ദൈവസഭയിൽ നോക്കി ദൈവം പറയുന്നു ഇന്ന് പകലിൽ ഈ 12-25 മുമ്പ് നിന്റെ വിടുതൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. അത് നിന്റെ വിടുതലിന്റെ സമയമാണ്. നീ ഒപ്പിട്ട് മേടിച്ചോ. നീ ആരാധിച്ചിട്ട് പകൽ മേടിച്ചോ. വേഗത്തിലൊരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്താണ് 14:13 വാക്യം 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ യേശു ആമേൻ 14-ാം അധ്യായം 13ാമത്തെ വാക്യം അത് ആദ്യത്തെ ഭാഗം വായിച്ചു. സോറി ഞാൻ വിട്ടുപോയി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ടു പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന വലിയ പുരുഷാരത്തെ കണ്ട് അവൻ മനസ്സറിഞ്ഞ് അവനെ പിടിച്ചു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവത്തിന് സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റം അമർന്നു. ഒരു സ്വപ്നം പറയാം. അടുത്തത് അവൻ ദൈവപുത്രൻ എന്ന പടകിലുള്ളവർ തിരിച്ചറിഞ്ഞു. അവൻ പടകിൽ കയറിയപ്പോ പടകിന് എന്ത് വന്നു? ശാന്തത വന്നു. അടുത്തത് അവൻ ദൈവപുത്രൻ എന്ന അവർ തിരിച്ചറിഞ്ഞു. നമുക്ക് ഇതിന്റെ ഭാഗങ്ങൾ വ്യക്തമായിട്ടറിയാം. അവൻ അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിക്കും അല്ലെ? ഇങ്ങനെയല്ല അവിടെ വായിക്കുന്നത്. ഇങ്ങനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു അവരെ നിർബന്ധിക്കുകയാണ് അക്കരയ്ക്ക് പോകാൻ. നമുക്കറിയാം ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു. ഞാൻ അനീഷ് പാസ്റ്ററുടെ പ്രിയ പൈതലിനോട് ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു. അവനത് ചെയ്തില്ല.
രണ്ടാമത് പറഞ്ഞു, മൂന്നാമത്തെ പറച്ചിൽ വരുമ്പോൾ അത് ഇച്ചിരി നിർബന്ധമായിട്ട് വരും. നീ അത് ചെയ്തേ പറ്റത്തു. യേശു അവരെ നിർബന്ധിക്കുകയാണ്. എന്തിനാ? അക്കരയ്ക്ക് പോകാം. ഈ നിർബന്ധിച്ച യേശു പറഞ്ഞേക്കാൻ കാരണം എന്തുവാ? ആമേൻ. ഇവർക്ക് പോകുവാൻ ഒട്ടും മനസ്സില്ല. ആമേൻ. വേഗത്തിൽ നമുക്ക് കൊണ്ടുവരാം. അവർക്ക് പോകുവാനായിട്ട് ഒട്ടും താല്പര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, തലേ ദിവസം അല്ലെങ്കിൽ പകല് മുഴുവൻ അവർ ഒരു പുരുഷാരത്തെ പോഷിപ്പിച്ചു, അല്ലേ? 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു പുരുഷാരത്തെ പോഷിപ്പിച്ചു. 5000 വരുന്ന പുരുഷന്മാർ മാത്രം, അതിലെടുത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയുള്ള ഒരു കൂട്ടത്തെ പോഷിപ്പിച്ച് ശിഷ്യന്മാർ തിന്ന് തൃപ്തരായി. എല്ലാവരും കഴിഞ്ഞ് 12 കൊട്ടയൊക്കെ നിറച്ചെടുത്ത് എങ്ങനെയെങ്കിലും ഭവനത്തിനകത്തേക്ക് അല്ലെങ്കിൽ ആയിരിക്കുന്ന ഇടത്ത് ഒന്ന് കിടന്നുറങ്ങി ക്ഷീണം തീർക്കാമെന്ന് വിചാരിച്ച് അവർ ഇരിക്കുമ്പോഴാണ് അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിക്കുന്നത്. അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ച കർത്താവ് യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറി. ഞാനത് ചോദിച്ചോട്ടെ, കടലിനകത്ത് കിടക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ചതുർദ്രഹ്മ പണമിരിക്കുന്നത് കണ്ട കർത്താവിന് അറിയത്തില്ലേ, അടുത്ത നിമിഷം ഈ പടകിനകത്ത് അവൻ കാറ്റും കോളും അവൻ തിരമാലകളും ആഞ്ഞടിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്ന കർത്താവേ, നീ എന്തിനാ പിന്നെ അവരെ നിർബന്ധിച്ചത്? ചോദ്യം അല്ലേ? അടുത്ത നിമിഷം യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ച യാത്രക്കകത്ത് അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന് അറിയാവുന്ന കർത്താവ് എന്തിനാ ഇവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചത്? ഞാൻ ഒരു കാര്യം പറയാം, അവൻ ദൈവപുത്രനെന്ന് ആ പടകിനകത്തുള്ളവർ അറിയണം. അതിന്റെ കർത്താവിന് ആവശ്യമായിരുന്നു. ചില നിർബന്ധത്തിനായി ഒരു സ്വന്തം പറയാൻ പറ്റും. അത്ര ബന്ധം പറയാൻ പറ്റുന്നുണ്ട്. ചില നിർബന്ധങ്ങൾക്കായി ഒരു സ്തോത്രം പറയാൻ പറ്റും. ശ്രദ്ധ വിട്ടു പോകരുതാണ്. ചില തള്ളലുകൾക്കായിട്ട് ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ചില നിന്ദകൾക്കായി ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? യോസേഫ് പറയുക, ആ സഹോദരന്മാർ ചേർന്ന് എന്നെ പൊട്ടക്കളത്തിനകത്ത് അവൻ തള്ളിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഒരു മിസ്രൈമിലെ രണ്ടാമത്തവനായി തീരുവാൻ എന്നെ ഇടയാക്കിയത് ആ തള്ളല്, ഹല്ലേലൂയ, ആ ഒരു ഉന്നത ആ പൊട്ടക്കളത്തിനകത്തേക്ക് എന്നെ തള്ളിയത്, ഞാൻ മിസ്രൈമിലെ രണ്ടാമത്തവനായി തീരുവാൻ എന്നെ ഇടയാക്കിയത്. അതുകൊണ്ട് യോസേഫ് പറയാം, ആ തള്ളലിനൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ഹന്ന പറയും, ഒരു പെരീനയ്ക്കായി സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ആലയത്തിനകത്ത് വന്ന് വീഴാൻ, കമന്ന് കിടന്ന് കരയാൻ എന്നെ പ്രാപ്തയാക്കിയതാ. നല്ലൊരു മക്കളില്ലാതെ അവസ്ഥയല്ല, പക്ഷെ ഭവനത്തിനകത്ത് എനിക്കെതിരെ പൊങ്ങയാ അവൻ ചില നിന്ദകളാ. ഞാൻ ആലയത്തിനകത്ത് വന്ന് വീഴാൻ എന്നെ പ്രാപ്തനാക്കിയത്. അതുകൊണ്ട് ഒരു ശമ്മേല എന്റെ ഉദയത്തിനകത്ത് അങ്ങനെ ഇരുവാകാനിടയായത്. അവൻ ചില തള്ളലുകൾക്കായി സ്തോത്രം പറ, അവൻ ചില നിന്ദകൾക്കായി സ്തോത്രം പറ, അവൻ ചില പണികൾക്കായി സ്തോത്രം പറ. ഇന്ന് പകലിൽ അവൻ പടകിനകത്ത് അവൻ ദൈവപുത്രനെന്ന് ഇന്ന് പകലിൽ തെളിയാൻ പോവാം. ഇന്ന് പുകക്കാലം സ്തോത്രം പറയണം.
ആമേൻ. ആ നന്മകൾക്കായിട്ട് മാത്രമല്ല, അപ്പൊ നീ അനുവദിച്ച ചില തള്ളലുകൾക്കായി സ്തോത്രം, നീ അനുവദിച്ച ചില കുത്തലുകൾക്കായി സ്തോത്രം, നീ അനുഭവിച്ച ചില കഷ്ടതകൾക്കായി സ്തോത്രം, നീ അനുഭവിച്ച ചില പരിഹാസങ്ങൾക്കായി സ്തോത്രം, നീ അനുഭവിച്ച ചില രോഗങ്ങൾക്കായി സ്തോത്രം. കാരണം പടകിനകത്ത് അവൻ ഇറങ്ങി വരുന്നതാ, തിരമാലകളെ കീഴ്മറിച്ചുകൊണ്ട് അവൻ നടന്നു വരുന്നതാ എനിക്ക് കാണാം. അവൻ പടകിനകത്തേക്ക് കയറാം. അവൻ ചില കാറ്റുകൾക്കായി സ്തോത്രം ചെയ്യുകയാ. അവൻ നിന്റെ പടകിനകത്തേക്ക് കയറാം. അവൻ ചില കാറ്റടിപ്പിച്ചതിനായി ഒരു സ്തോത്രം പറയാം. അവൻ നിന്റെ പടകിനകത്തേക്ക് കാലെടുത്തു വെക്കാൻ ഒരു കാറ്റടിപ്പിച്ചതിനായി ഒരു സ്തോത്രം പറയാം. നമുക്കറിയാം നിങ്ങളുടെ യാമങ്ങളും കഴിഞ്ഞു, വന്നില്ല. പക്ഷെ 4-ാം യാമത്തിനകത്ത് ആ പടകിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കഥ നമുക്ക് ആ 13-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാൽ വേഗത്തിൽ അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. അത് കേട്ടിട്ട് യേശു പടകിൽ കയറി നിർജ്ജനമായ ഒരു പ്രദേശത്തേക്ക്. എന്ത് കേട്ടിട്ടാ? യോഹന്നാൻ സ്നാപകന്റെ തല ഒരു പെൺകുട്ടിയുടെ ആലോചന പ്രകാരം അവിടെ സമ്മാനമായി അവന്റെ തല അവൻ തലയ്ക്കകത്ത് വെട്ടിയെടുത്തു എന്നുള്ള വാർത്ത കഥാവ് കേട്ടിട്ട് യേശു അവിടെ വിട്ട് എങ്ങോട്ടാ പോകുന്നത്? നിർജ്ജന പ്രദേശത്തേക്ക് എന്നെ പോകുക. എല്ലാവർക്കും ഒന്ന് പറയണം, യേശു അവിടം വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. നിർജ്ജനം എന്ന് പറഞ്ഞാൽ ജനം ഇല്ലാത്ത ഇടം, അവൻ പ്രതീക്ഷകളില്ലാത്ത ഇടം, അവൻ എല്ലാം അസ്തമിച്ച ഇടം, കാറ്റില്ലാത്ത ഇടം, കോളില്ലാത്ത ഇടം, മഴ പെയ്യാത്ത ഇടം, അവൻ പുല്ല് കിലുക്കാത്ത ഇടം, അവൻ ഒന്നും നടക്കത്തില്ലെന്ന മാനുഷികമായി വിധി എഴുതി കൽപ്പിച്ച ഒരിടത്തിനകത്തേക്ക് എന്റെ യേശു കാലെടുത്ത് വെക്കുകയാ. ഇന്ന് പകലിൽ ഈ ആരാധനയ്ക്കകത്ത് എന്റെ യേശു ചില മേഖലകൾക്കകത്തേക്ക് എന്റെ യേശു കാലെടുത്ത് വെക്കുകയാ. നിർജ്ജനമെന്ന് പറയുന്ന, പ്രതീക്ഷയില്ലെന്ന് പറയുന്ന, നീ പറയുന്ന ഒന്നും നടക്കത്തില്ല, ഇവനെ കൊണ്ട് നടക്കത്തില്ല, ഇവളെ കൊണ്ട് നടക്കത്തില്ല, നസ്രയത്തിന് വല്ല നന്മയും വരുമോ എന്ന് അവൻ ചോദിക്കുന്ന ഇടത്തേക്ക് എന്ന പകൽ യേശു കാലെടുത്ത് വെക്കുകയാ. ആത്മാവിന്റെ ദൈവസഭയുടെ ദൂത് പറയാ, ഈ ദേശത്തിനകത്തേക്ക് അവൻ ചില പ്രദേശത്തിനകത്തേക്ക് ഇന്ന് പകലിൽ എന്റെ യേശു കാലെടുത്ത് വെക്കുന്നത് ആത്മാവിനൊന്ന് കണ്ടെത്താൻ, ആത്മാവിനൊന്ന് ചലിക്കാൻ യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോകും. അടുത്ത വാക്യം വായിച്ചാൽ അടുത്ത വാക്യം, പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, എന്റെ യേശു ഈ ആലയത്തിനകത്തുണ്ടെന്ന് കേട്ട ഒരു സ്വന്തം പറയാനത്ര എന്റെ യേശു ഈ ആലയത്തിനകത്തുണ്ടെന്നുള്ള ഒരു വാർത്ത ഈ പുറം ലോകം അറിയാൻ നിർജ്ജനമെന്ന് പറയുന്ന ഇടത്തേക്ക് ചിലർ നടന്നെടുക്കാനിടയാകും, ചിലർ നടന്നെടുക്കാനിടയാകും. എന്ന പോലെ ദൈവസഭയ്ക്ക് ആത്മാവിനായി ദൂത് കൈമാറുക. എന്റെ യേശു അവിടെയുള്ള വാർത്ത കേൾക്കുക, അവിടേക്ക് ജനം